ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അഖില ചീന മൈസ്റ്റിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒലിവറിൻ്റെ വാർഡ്രോബ് ഒന്ന് കാണിച്ചു തരാൻ എന്ന് വെച്ചാൽ വാട്ട് ഈസ് ഇൻ ഒലിവർ വാർഡ്രോബ്, അതായിട്ട് ഇന്നത്തെ വീഡിയോ. കുട്ടികൾക്ക് വളരെ അത്യാവശ്യമാണ് വാർഡ്രോബ്. അവരുടെ സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് വാർഡ്രോബ് വേണം. അപ്പോൾ ഒലിവറിൻ്റെ വാർഡ്രോബിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ കുറച്ച് റേറ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്, 1000 എബോ 1500 എബോ ആയിട്ടൊക്കെ വരുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ 2 സെറ്റായിട്ടുള്ളതുകൊണ്ട് 3 സെറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ 2 സെറ്റാണ് യൂസ് ചെയ്തത്. അതിൻ്റെ ഒരു ആവശ്യം എനിക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ഒലിവറിൻ്റെ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുള്ളത്. ഒലിവറിന് യൂസ് ചെയ്യാത്ത ഒരു സാധനം അതിനകത്ത് വെച്ചിട്ടില്ല. അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സ് അങ്ങനത്തെ സാധനങ്ങളുമായിട്ടൊന്ന് മിക്സ് ആവാണ്ട് അവൻ്റെ സാധനങ്ങൾ മാത്രം അവിടെ ഇരിക്കുന്നതുകൊണ്ട് എടുക്കാനും ഉപയോഗിക്കാനൊക്കെ ഭയങ്കര അധികം ഒരിതാണ്. അപ്പോൾ ആ ഒരു സെറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും ബേബിമാർക്ക് എത്രമാത്രം ആവശ്യമാണ് ആ ഒരു പ്രോഡക്റ്റ് എന്ന്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുവാണെങ്കിൽ ചാനൽ അഖില ചീന മൈസ്റ്റിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലുള്ള ബേബി പ്രോഡക്ട്സിൻ്റെ വീഡിയോസൊക്കെ ചാനൽ എന്തായാലും ഉണ്ടായിരിക്കുന്നതായി. കാർട്ടൂൺ ബേസ്ഡായിട്ടുള്ള ഒരു വാർഡ്രോബാണ് ഒലിവറിന്. അപ്പോൾ അത് മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ റാക്ക് മാതിരി. അപ്പോൾ അത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ആ ഒരു പ്രോഡക്റ്റ്. ഈ 2 സാധനങ്ങളുണ്ടെങ്കിൽ മിക്ക ബേബീസിൻ്റെ സാധനങ്ങളും നമുക്ക് വയ്ക്കാൻ പറ്റും. ഒറ്റൊരു ബേബിയുടെ കാര്യം ഞാൻ പറയുന്നത്, 2 ബേബീസ് ഉള്ളവരുടെ കാര്യം എനിക്കറിയില്ല. ഇപ്പോൾ തൽക്കാലം എനിക്കൊരു കുട്ടി ആയതുകൊണ്ട് അവൻ്റെ മാത്രമേ എനിക്കറിയത്തുള്ളൂ. അപ്പോൾ ഈ അവൻ്റെ മിക്ക സാധനങ്ങളും അതിനകത്ത് ലോഡായിട്ടാണ് ഇരിക്കുന്നത്. അവിടെ ഒന്നും മിക്സപ്പ് ചെയ്യുന്നില്ല. നമ്മളില്ലെങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് കൂടെ നിൽക്കുന്നവർക്ക് ഇന്ന സ്ഥലത്താണ് ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ അതായത് അവർക്കൊന്ന് കണ്ടുപിടിച്ച് എടുത്തു കൊടുക്കാനും ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് ആ ഒരു രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തത്. നമുക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേറൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാനും ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒലിവറിൻ്റെ വാർഡ്രോബ് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. ഈ വാർഡ്രോബ് നമ്മൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെറ്റ് ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മുമ്പ്. പക്ഷേ അകത്ത് സെറ്റ് ചെയ്തതും ഓർഗനൈസ് ചെയ്തതെന്ന് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെയാണ് എൻ്റെ കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇത് ഇങ്ങനെ ഈസി ആയിട്ട് തുറക്കാൻ പറ്റുന്ന ഒരിതാണ്. അപ്പോൾ അകത്ത് ഭയങ്കര അറേഞ്ച്മെൻ്റ് ഒന്നും അല്ല, പക്ഷേ ഇതുമാത്രം സാധനങ്ങൾ ലോഡ് ചെയ്യുന്നൊന്നും അതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഞാൻ ഭയങ്കര അധികം അറേഞ്ച് ചെയ്തൊന്നും അല്ല വെച്ചിട്ടുള്ളത്. എടുക്കുന്ന രീതിയിൽ തന്നെ ആക്കിയിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടൈപ്പാണ്. അതിനകത്തും കിടന്ന് നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കുറച്ച് വെയിറ്റ് നമുക്ക് ഒരുപാട് ലോഡ് ചെയ്യാനും പറ്റില്ല, എന്നാൽ അത്യാവശ്യത്തിനുള്ള വെയിറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മണ്ട തന്നെ നമ്മൾ ഒലിവറിൻ്റെ ടോയ്സ് വെക്കുമ്പോൾ അത്രയും ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെയുള്ള ടോയ്സ് സാധനങ്ങളെല്ലാം നമുക്കിതിൻ്റെ മണ്ടയിൽ കീപ്പ് ചെയ്യാൻ പറ്റും. അതും ഭയങ്കര ഇതാണ്. അപ്പോൾ ഇതെല്ലാം ഒലിവറിൻ്റെ മാത്രമേ സാധനങ്ങളെ നമ്മളിവിടെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് റാക്ക് നമുക്ക് നോക്കുവാണെങ്കിൽ അപ്പോൾ ഒലിവറിൻ്റെ ഷൂ, സോക്സ്, ഫേസ് ടവല്, പിന്നെ ഇമ്മ്യൂണൈസേഷൻ്റെ കാർഡുകൾ, ഫാന്, അവൻ്റെ അങ്ങനത്തെ കുറച്ച് മെഡിസിൻ. ഇത് എൻ്റെ മെഡിസിനാണ് കേട്ടോ. എനിക്കൊന്ന് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് കോൾഡ് ആയതുകൊണ്ട് ചെറിയ ചുമ പോലെ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എളുപ്പത്തിന് വേണ്ടി ഞാൻ വെച്ചേക്കുന്നത്, സ്ഥിരമായിട്ട് അവിടെ വെക്കുന്നതല്ല കേട്ടോ. അവൻ്റെ മെഡിസിൻസ് വെക്കാനും സെപ്പറേറ്റ് റാക്കൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് അല്ലാതെ ചില്ലറ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്. തൊട്ടടുത്തുള്ള ഈ ഒരു സൈഡ് വന്നിട്ട് ഇതിനകത്താണ് ഒലിവറിന് ഡെയിലി കൊടുക്കുന്ന മെഡിസിൻസ്, അവൻ്റെ ഫേസ് വാഷ്, അവൻ്റെ ബോഡി ലോഷൻ, ഓയിൽ, പിന്നെ പൗഡേഴ്സ്, പിന്നെ ടർമറിക് ബാം, അങ്ങനത്തെ കുറേ മെഡിസിൻ ഐറ്റംസുകളൊക്കെ വരത്തില്ല, പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ട സംഭവങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം. കുറച്ച് മെഡിസിനും പിന്നെ അവൻ്റെ കുറച്ച് ഗ്രൂമിങ്ങിൻ്റെ സാധനങ്ങൾ, കൺമഷി. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് ഇതാക്കി വെച്ചതുകൊണ്ട് എടുത്തു കൊടുക്കാനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതൊക്കെ ഡെയിലിയുള്ള നേസൽ ഡ്രോപ്സ് അങ്ങനെയൊക്കെയുള്ളതെല്ലാം ഇതിനകത്ത് വെച്ചങ്ങ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും സ്പേസാണ് അവിടെ പോയിട്ടുള്ളത്. തൊട്ട് താഴെ വരുവാണെങ്കിൽ ഒലിവറിൻ്റെ ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് വന്നിട്ട് നമ്മൾ പുറത്തിട്ട് പോകുമ്പോൾ യൂസ് ചെയ്യുന്നത്. അതും ഒരു ബാഗിലാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒലിവർ എപ്പോഴും വന്ന് തുറക്കും, പക്ഷേ ഭാഗ്യത്തിന് എടുത്തിങ്ങനെ വലിച്ചു വാരി തറ എടുത്തുണ്ട്. അവർക്ക് കൈയൊക്കെ എത്തും, പക്ഷെ ഇതിനകത്തൊന്നും വന്ന് കയ്യേറിയൊന്നും ചെയ്യത്തില്ല. ഇതിപ്പോൾ ഒലിവറിൻ്റെ പുറത്തിടുന്ന ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ പുറത്തിടുന്ന ഡ്രസ്സ് ഈ 2 സാധനത്തിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോഴത്തെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സായതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഡ്രസ്സേ ഉള്ളൂ. അപ്പോൾ അതിനകത്താണ്. അപ്പോൾ അപ്പോഴും മാത്രമേ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ആ ഒരു ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു സെറ്റിങ്ങും വരുന്നത് നമ്മുടെ ഒലിവറിൻ്റെ ചീപ്പ്, അത് ഇത് അങ്ങനത്തെ ഒരു സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അത് പിന്നെ ഫീഡിംഗ് ബോട്ടിൽ കഴുകുന്നത്, സെർലാക്ക്, ബോട്ടിൽ, ഫ്ലാസ്ക്, അങ്ങനെയൊക്കെയുള്ള ഇത് പ്ലസ് പമ്പ്, ഇതൊന്നും ഇപ്പോൾ യൂസ്ഫുൾ ഇല്ല. പിന്നെ അതിൽ സിലിക്കോണിൻ്റെ സ്മൂത്തർ, അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം, എനിക്ക് ബ്രഷ് കഴുകേണ്ടത് അങ്ങനത്തത്, പിന്നെ ലിക്വിഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനത്തെ വരുന്നതാണ് ഈ ഒരു റാക്കിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. തൊട്ട് താഴെ വരുവാണെങ്കിൽ ഇതിനകത്താണ് ഒലിവറിൻ്റെ ടവൽസ്, ഡ്രൈ ഷീറ്റ്, അവൻ്റെ ടവല്. ഇത് 2 ടൈപ്പും ഉണ്ട്, വിൻ്ററിനനുസരിച്ച് മാറുന്നതിൻ്റെ ടൈപ്പുള്ള ടവൽസുകളെല്ലാം ഇതിനകത്താണ്. അപ്പോൾ ടവൽ മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഷീറ്റ്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്.
പിന്നെ തൊട്ടടുത്ത് വരുവാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. ഇതിനകത്ത് ഡയപ്പർ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡയപ്പർ കുറച്ച് യൂസ് ഇങ്ങനെ ഉള്ളൂ, എപ്പോഴും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല ഡയപ്പർ. 1.5 വയസ്സൊക്കെ കഴിഞ്ഞതുകൊണ്ട് അങ്ങനെ ഡയപ്പർ പോകുന്നതൊക്കെ വളരെയധികം കുറവാണ്. മാത്രമല്ല പണ്ടേ ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ മാത്രമേ ഡയപ്പർ വയ്ക്കത്തുള്ളൂ, രാത്രിയൊന്നും അങ്ങനെ യൂസ് ഒന്നുമില്ല. അങ്ങനെ പുറത്തൊക്കെ പോകുന്നതുകൊണ്ട് കുറച്ചൊരു ഡയപ്പർ മതി. ഇതിനകത്ത് ഒലിവറിൻ്റെ ക്യാപ്പ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത്. മങ്കി ക്യാപ്പ് അല്ലാത്തത്, അത് കുഞ്ഞിലത്തെ യൂസ് ചെയ്ത ചെറിയ ചെറിയ ക്യാപ്പുകളൊക്കെ ഉണ്ട്. അതാണ് ഈ ഒരു ബാഗ് സെറ്റ് ചെയ്യിക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, അതിപ്പോൾ യൂസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് അത് കൊടുത്തു വിട്ടു. ഇപ്പോൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ഞാനിങ്ങനെ വെച്ചിട്ടുള്ളൂ, അല്ലാതെ പണ്ട് യൂസ് ചെയ്ത സാധനങ്ങളൊന്നും സ്റ്റോക്ക് ചെയ്യുന്ന ഒരിതല്ല. പ്രസൻറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. പിന്നെ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഡയപ്പർ ബാഗ്, ക്യാരിയർ അങ്ങനത്തെ കാര്യങ്ങളാണ് താഴെ വെച്ചിട്ടുള്ളത്. ഈ രണ്ടും വെച്ചപ്പോൾ തന്നെ ഓക്കെ ആയി. ഇതാണ് ഏറ്റവും താഴെ വരുന്ന. ഒലിവർ ഇങ്ങനെ പിടിച്ചതിൻ്റെ ഇങ്ങനെ പോകും. ഇത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഹാമർ നമുക്ക് തരുന്നുണ്ട്. ഇത് കറക്റ്റ് ഹാം ചെയ്ത് ഇങ്ങനെ കയറ്റി വയ്ക്കുക. ഇപ്പം നമ്മളിപ്പം ഷിഫ്റ്റിങ്ങിൻ്റെ സമയമൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ അതും അത്രയധികം ലോക്കാക്കി വെച്ചിട്ടില്ല, അതാണ് ഇങ്ങനെ ഇളവുന്നത്. പെർമനൻ്റായിട്ട് വെക്കുന്നവർ അതുപോലെ കയറ്റി വെച്ചാൽ കുഴപ്പമില്ല. ഇതിപ്പോൾ നമുക്ക് അഴിച്ചു മാറ്റാനുള്ള സമയമായിട്ടിരിക്കുകയാണ്. ഷിഫ്റ്റിംഗ് ആയി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇടുപടി അഴിച്ചു മാറ്റുന്നതിന് മുമ്പ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. എത്ര ഞാൻ സ്പീഡിന് പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഏറ്റവും ലോവറിലായിട്ടാണ് ഞാൻ ഒലിവറിൻ്റെ ചെരുപ്പുകളെല്ലാം വെച്ചിട്ടുള്ളത്. അപ്പം ഇത്രയും ചെരുപ്പേ ഉള്ളൂ കേട്ടോ. ഇത് ലൈറ്റൊക്കെ കത്തുന്ന ചെരുപ്പാണ്. എപ്പോഴും ഒലിവറിന് വന്ന് ലൈറ്റൊക്കെ കത്തിക്കണം. സ്ലിപ്പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ കുറച്ച് വൈറ്റ് ക്ലോത്തുകൾ. ഇപ്പോൾ വൈറ്റ് ക്ലോത്തിൻ്റെ ആവശ്യമില്ല, ഞാൻ താഴെയാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഒലിവറിൻ്റെ സ്റ്റോക്ക് ചെയ്യേണ്ട മെഡിസിൻസ്, മൾട്ടി വൈറ്റമിൻ അങ്ങനത്തെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് 2 വയസ്സ് വരെ കൊടുക്കേണ്ടത്. അപ്പം അഡീഷണലുള്ള മെഡിസിൻസ് എല്ലാം ഞാൻ അതിനകത്താണ് ആക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തീരുന്നതനുസരിച്ച് ഇതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ വെക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കുഞ്ഞ് തരത്തിലുള്ള ഇത്. പിന്നെ ഇത് വന്നിട്ട് ഒലിവറിൻ്റെ റാക്കുകളാണ്. ഇത് വീട്ടിൽ ഇരുന്ന ഡ്രസ്സാണ് കേട്ടോ മെയിനായിട്ട് വെക്കുന്നത്. ഇവിടെയും നമ്മൾ ഒലിവറിൻ്റെ കുറച്ച് ടോയ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇത് ഓരോ റാക്കിലും ഓരോ സ്പെഷ്യൽ തുണികൾ മാത്രമല്ല, ഇതെല്ലാം ഒലിവറിൻ്റെ സ്റ്റിക്കർ മാതിരി വരുന്ന വീട്ടിലിരുന്ന ഡ്രസ്സസ് ആട്ടോ. ഇതിനകത്ത് അതേ ഉള്ളൂ. ഇതാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. അവനനുസരിച്ച് ഒക്കെ പോകുമ്പോൾ എപ്പോഴും മാറ്റേണ്ടി വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ വെച്ചിട്ടുള്ളത് ഒലിവറിൻ്റെ ഉടുപ്പുകളാട്ടോ. വീട്ടിൽ ഇടുന്ന കുറേ ഉടുപ്പ് സംഭവങ്ങൾ അങ്ങനെ ഫുള്ളാക്കി വെക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് ഒലിവറിൻ്റെ ഫുൾ കൈ പാൻ്റ് അറ്റത്ത്, ഉടുപ്പ് അപ്പുറത്ത്. പാൻ്റ് എപ്പോഴും എടുക്കുന്നതുകൊണ്ട് അടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫുൾ കൈ ഉടുപ്പ് അങ്ങ് അറ്റത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇതും ജാമായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം ഇത് ഒലിവറിൻ്റെ കുറച്ച് ജീൻസ് ടൈപ്പ് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതെല്ലാം ജീൻസിൻ്റെ പാൻറ്റുകൾ മാത്രമേ ഉള്ളൂ. കാരണം എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ കിട്ടുന്ന മറ്റേ വീട്ടിൽ ഇടുന്ന പുറത്തിടുന്ന ഡ്രസ്സിനകത്തുള്ള പാൻറ്റുകളെല്ലാം ഒരേപോലത്തേതാണ്. കുറച്ച് കട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അതിനകത്ത് വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പാൻറ്റെല്ലാം സെപ്പറേറ്റ് ആക്കി വെക്കുകയാണ്. ഏറ്റവും താഴെയാണ് വിൻ്റർ ക്ലോത്ത് വരുന്നത്. സ്വെറ്റേഴ്സ്, ജാക്കറ്റ്, ഇതെല്ലാം കൂടുതൽ സമയത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഇത്രയും. പിന്നെ നമ്മളിതിൻ്റെ ബാക്കിൽ ഇങ്ങനൊരു സ്റ്റിക്ക്, ഇത് ഇപ്പോൾ സ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ ഒട്ടുന്ന ഒരു ഷീറ്റാട്ടോ. അതുകൊണ്ട് ഇങ്ങനത്തെ സ്റ്റിക്ക് സംഭവങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് വന്നിട്ടുള്ള ഡ്രസ്സ് അങ്ങനെ അഴുക്കൊന്നും ആയില്ലെങ്കിൽ നമ്മളിങ്ങനെ ഹാങ് ചെയ്യാനായിട്ട് വെക്കും. ഇതിപ്പോൾ എൻ്റെ സ്റ്റിക്കിന് ഇല്ലാത്തതുകൊണ്ട് 2 എണ്ണമൊക്കെ വെക്കണമെന്നുണ്ടായിരുന്നു. ഇല്ലാത്തത് നമ്മളിങ്ങനെ കർച്ചീഫൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സൈഡിൽ നമ്മളിങ്ങനെ ചെയ്ത് വയ്ക്കും. അപ്പോൾ അതൊക്കെ അതിന് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഇട്ടിട്ട് പിന്നെ കഴുകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇവന് വേണ്ടിയിട്ട് ഹാങ്ങിങ് ഒന്നും വേണ്ടല്ലോ. അങ്ങനെ നമ്മളിങ്ങനെയൊക്കെ ആക്കി ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഫുൾ കവറൊന്നും അല്ല, എന്നാലും നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ടൈറ്റ് ആക്കാത്തത് കൊണ്ട് കുറച്ച് ലൂസാക്കിയിട്ടാണ് എല്ലാം ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുന്ന സമയത്ത് അമ്മയും ഒലിവറും കൂടെ പാർക്കിൽ പോയിരിക്കുക. അപ്പോൾ ഒലിവർ തിരിച്ചു വന്നു കേട്ടോ. ഒലിവറിനാണെങ്കിൽ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് കയറുമ്പോൾ ഭയങ്കര വാശിയാണ്. അവന് പുറത്തുനിന്ന് ഒട്ടും ഇഷ്ടമല്ല അകത്ത് കയറാനായിട്ട്. അങ്ങനെ ഒലിവർ മോൻ വന്നു. കാറ് അങ്ങനെ അവൻ്റെ ടോയ്സൊക്കെ ഞാൻ കാണിച്ചു. അപ്പോൾ ഇവിടെ വന്ന് എപ്പോഴും അവൻ ടോയ്സ് സ്വന്തമായിട്ട് എടുത്ത് വയ്ക്കും. തിരിച്ച് വെക്കാൻ അറിയില്ല, എടുക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ചെരുപ്പെടുത്താട്ടെ ചെരുപ്പ് എവിടാ അകത്ത് കയറ്റിയത് ഒട്ടും ഇഷ്ടമായില്ല. അതുകൊണ്ട് എന്നെ ചെരുപ്പെടുക്കാൻ പറഞ്ഞിട്ട് എനിക്ക് ചെരുപ്പൊന്നും എടുത്തതില്ല. കുറച്ച് വാശി നിൽക്കുവാണ് ഒരുപാട്. വന്നാട്ടെ ഉപയോഗിച്ചാൽ ഏത് മോഡായാലും ഒരുപാട് തന്നിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ള വീഡിയോ. ഓർഗനൈസറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ഫ്രം അഖില ചീന മൈസ്റ്റർ.